1920കളിലെ ജർമ്മനി ഒന്നാം ലോകമഹായുദ്ധം തോറ്റിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ നഷ്ടപരിഹാരങ്ങൾ പല രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം അവര് ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു പുതിയൊരു രാഷ്ട്രം ബിൽഡ് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം. അതിന്റെ ഭാഗമായിട്ട് അവർ പലതും ചെയ്യുന്നുണ്ട്. ഫോറിൻ ഗുഡ്സ് നിരോധിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒന്ന് പണം ഉണ്ടാവില്ല പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങാൻ, രണ്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ എക്കണോമി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ ഗാന്ധിജിയൊക്കെ പണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കണം, ഖാദി ഖദർ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്ന സെയിം ലോജിക്ക്. അപ്പോ നമുക്കറിയാം പിന്നീട് ജർമ്മനി ഒരു മാനുഫാക്ചറിങ് ഹബ്ബായി. മേഡ് ഇൻ ജർമ്മനി എന്ന് പറയുന്നതാണ് ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനം. കാറാണെങ്കിൽ അറിയാം, ബെൻസ്, BMW, അങ്ങനെ ഏത് പ്രൊഡക്റ്റ് നോക്കിയാലും ഒരു ജർമ്മൻ ബ്രാൻഡ് ആയിരിക്കും ഏറ്റവും ടോപ്പിലിരിക്കുന്നത്. ഈ ഒരു വ്യവസായവൽക്കരണമൊക്കെ തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ആ കാലഘട്ടത്തിലെ സിനിമയാണ്. അപ്പൊ ഒരു വിദേശ വസ്തുക്കൾ നിരോധിച്ച കൂട്ടത്തിൽ വിദേശ സിനിമയും നിരോധിക്കുന്നുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ കൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, ഫിസിക്കൽ ഫോമിൽ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോ അത് നിരോധിച്ചതോടുകൂടി ജർമ്മനിയുടെ സിനിമ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് അതിൻ്റെതായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ജർമ്മനി മാത്രമാണ് യൂറോപ്പിൽ നിന്ന് ഫിലിം സ്റ്റുഡിയോസും ഫിലിം പ്രൊഡക്ഷനൊക്കെ സർവൈവ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ യുദ്ധക്കെടുതികൾ നല്ല രീതിക്ക് ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ്. ജർമ്മനി പക്ഷെ തോക്കുന്നത് പ്രധാനമായും ഉപരോധങ്ങളിലൂടെ മറ്റുമൊക്കെയാണ്. സോ സാമ്പത്തികമായിട്ട് അവര് ഡിപ്പീറ്റിലാണ്, പക്ഷെ അവർക്ക് ഇൻവെന്ററി ഉണ്ട് ഫിലിം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ആ കാലഘട്ടത്തിൽ ജർമ്മൻ ഗവൺമെന്റ് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, സിനിമയുടെ ഇമ്പോർട്ടൻസ്. സിനിമ വഴി ഒരു ആന്റി ഗവൺമെന്റ് വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൾറെഡി ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സിനിമ ഒരു കൺട്രോൾ ചെയ്യണമെന്നൊരു സാധനം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു UFA എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. അത് ഒരു ജർമ്മൻ വാക്കാണ്, പറഞ്ഞാൽ ഞാൻ എഴുതി കാണിക്കും. അപ്പോ ഈ UFAയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റുഡിയോകളെ, എല്ലാ ഇൻഡിപെൻഡന്റ് സ്റ്റുഡിയോകളെ അവർ പല ടാക്ടിക്സ് ഉപയോഗിച്ച് ഫോഴ്സ് ചെയ്ത് അതിനെ ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു വലിയ സിസ്റ്റം ഉണ്ടായി സിനിമ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഗവൺമെന്റിന് അറിയാം യുദ്ധക്കെടുതികളിൽ നിന്ന് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വലിയ വലിയ സ്പെക്ടക്കിൾസ് വേണമെന്ന് ജർമ്മൻ ഗവൺമെന്റിന് അറിയാമായിരുന്നു. പക്ഷെ ഈ മൂവ്മെന്റിനെ ഡിഫൈൻ ചെയ്ത സിനിമ വരുന്നത് ഈ UFAയിൽ നിന്നും രക്ഷപ്പെട്ട് UFA ചേരാതെ നിന്ന UCL യുക്ക എന്ന് പറയുന്ന ഒരു ചെറുകിട ഫിലിം സ്റ്റുഡിയോ എന്നാണ്. ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി. സ്പോയിലർ അലർട്ട്. ഇതൊരു ഡോക്ടറിന്റെ ഒരു സാധനമാണ്. അതായത് ഒരു മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഡോക്ടർ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് അയാളെ കൊണ്ട് ക്രൈം ചെയ്യിക്കുന്നു, അങ്ങനെ ഒരു സാധനമാണ്. ഈ കഥ നമ്മളോട് പറയുന്ന ഒരു അൺറിലയബിൾ നരേറ്ററാണ്. ഒരു അൺറിലയബിൾ നരേറ്ററിനെ കൊണ്ട് കഥ പറയിച്ച് ലാസ്റ്റ് ഒരു ട്വിസ്റ്റോ ഒരു ക്ലിഫ് ഹാങ്ങർ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തുക എന്നുള്ള പരിപാടിയൊക്കെ തുടങ്ങുന്നത് തന്നെ 1920കളിലെ ജർമ്മനിയിലാണ്. സോ ഇതിനെപ്പറ്റി വേറൊരു ഇൻട്രസ്റ്റിംഗ് സാധനം ഉള്ളതെന്ന് വെച്ചാൽ, ലോകം കണ്ട ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ ഒരു ജനതയെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്ത് ക്രൈം ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന സെയിം കാലഘട്ടത്തിലാണ് ഈ സിനിമ ഇറങ്ങുന്നുള്ളതാണ്. കോയിൻസിഡൻസ്? ഐ തിങ്ക് നോട്ട്. ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. വളരെ ചെറിയ രീതിയിലുള്ള ലൈറ്റിങ്, ലോ ലൈറ്റ് കണ്ടീഷനിലാണ് പല സീനുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് പക്ഷെ അവര് സ്റ്റൈലിസ്റ്റിക്കലി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഫോഴ്സ്ഡ് ആയതാണ്. കാരണം ജർമ്മൻ ഗവൺമെന്റ് അവർക്ക് ഇലക്ട്രിസിറ്റി റേഷനിങ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. അത് വളരെ ചെറിയ എമൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ, മറ്റേ നേരത്തെ പറഞ്ഞ പ്രഷർ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട്. അപ്പോ ഒരു ലോ ലൈറ്റ് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. ഈ കഥ ഡാർക്ക് ആയതുകൊണ്ട് അത് മനോഹരമായി ചേർന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പശ്ചാത്തലത്തിലൊക്കെ കൂർത്ത ഒബ്ജക്ട്സ് ഒക്കെ പെയിന്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു അൺസെറ്റിലിംഗ് ഫീല് പ്രേക്ഷകർക്ക് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ക്യാമറ ആംഗിളുകൾ ഏങ്കോണിച്ചിട്ടാണ്. സോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഒരു ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറയുന്ന സാധനം ഈ സിനിമ ഡിഫൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു ജർമ്മൻ ജനതയുടെ അന്നത്തെ വികാരം എന്ന് പറഞ്ഞാൽ ഭയമാണ്. ആ ഒരു സാധനം അവരുടെ ഉള്ളിലേക്ക് നോക്കി അതിന്റെ ഭീകരത എന്നൊരു ക്യാൻവാസി വരച്ചിട്ട പോലത്തെ ഒരു സിനിമയാണ് ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി.
നമ്മൾ ജർമ്മൻ എഫിഷ്യൻസി എപ്പോഴും കേൾക്കാറുണ്ടല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ജർമ്മൻകാരായിരിക്കും. പോർഷെ, BMW, ബെൻസ്, ഓഡി, അങ്ങനെ. അതുപോലെ തന്നെ ഫുട്ബോളിൽ നോക്കിയാൽ ബയൺ മ്യൂണിക്കിനെ ദ മെഷീൻ എന്നാണ് വിളിക്കുന്നത്. അത് അവരുടെ എഫിഷ്യൻസി കൊണ്ടാണ്. എഫിഷ്യൻസി കൊണ്ടാണ് അവർ സാമ്പത്തികമായിട്ട് ഇന്ന് ഏറ്റവും വലിയൊരു അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ വലിയ എക്കണോമി ജർമ്മനിയാണെന്ന് തോന്നുന്നു. അപ്പോ അവര് റിലേറ്റീവ്ലി ഒരു ചെറിയ രാജ്യമാണ്. റിലേറ്റീവ് അവരങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്താനുള്ള കാരണം അവരുടെ എഫിഷ്യൻസി തന്നെയാണ്. പക്ഷെ ഇതിനൊരു മറുപുറമുണ്ട്, ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് ഈ എഫിഷ്യൻസിക്ക്. അത് കാണിച്ചു തന്ന സിനിമയാണ് മെട്രോപോളിസ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ വൽക്കരണം ഉണ്ടല്ലോ, വ്യവസായവൽക്കരണം, അത് കാരണം ഒരു കൃത്യമായ ഒരു ക്ലാസ് ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. അതായത് മുതലാളിമാർ അവരുടെ മക്കൾ അങ്ങ് ഏറ്റവും മുകളിൽ, തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങളൊക്കെ ഏറ്റവും താഴെയായിട്ട് കഴിയുന്നൊരു കൃത്യമായൊരു ക്ലാസ് ഡിഫറൻസ് കാണിച്ചെന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു മാർക്സിസ്റ്റ് സിനിമ എന്ന് പറയാമെന്ന് തോന്നുന്നു. കാരണം തൊഴിലാളികളുടെ ചൂഷണം കാണിക്കുന്നുണ്ട്, ഏലിയനേഷൻ കാണിക്കുന്നുണ്ട്, ക്ലാസ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ സിനിമാറ്റിക് ആക്കാൻ വേണ്ടി കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒരു ട്രയാങ്കിൾ ലവ് ഒക്കെ ഉണ്ട്. ട്രയാങ്കിൾ ലവോ സ്ക്വയർ ലവോ ഡയമണ്ട് ലവോ എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പോ എനിക്ക് ഉറപ്പില്ല, പക്ഷെ എനിക്കൊന്നും മാർക്സിസ്റ്റ് സിനിമ എന്ന് വിളിക്കാൻ തോന്നുന്നു. കാരണം മാർക്സ് ജീവിച്ചിരുന്ന നാടാണല്ലോ ജർമ്മനി. അവിടെ ഉണ്ടായ ഒരു സിനിമ ഇത്തരം ഒരു ടോപ്പിക് പറയുമ്പോൾ മാർക്സിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നിരിക്കാം എന്ന് കരുതുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോ മെട്രോപോളിസ്. പിന്നെ അതുപോലെ ഒരു സിനിമ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നൊസ്ഫെറാറ്റു ആണ്. നൊസ്ഫെറാറ്റു ഒന്നുമില്ല, ഡ്രാക്കുളയുടെ സിനിമ ആക്കാനുള്ള റൈറ്റ്സ് അതിന്റെ ഫിലിം മേക്കർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പുള്ളി കൗണ്ട് ഓർലോക്ക് എന്ന് പേരിട്ട് ഡ്രാക്കുള തന്നെ പിടിച്ചു. ആ ഏത് കാലഘട്ടത്തിലാണെന്ന് നോക്കണം. ഡ്രാക്കുള എന്ന നോവൽ ഇറങ്ങിയിട്ട് ഈ 20-25 വർഷമായിട്ടുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. ഡ്രാക്കുള ഒരു ഗ്ലോബൽ ഫിലോമിനൻ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിഴലുകളുടെ ഉപയോഗം ഈ സിനിമയിൽ ഭയങ്കര ശ്രദ്ധേയമാണ്. ശരിക്കും കൗണ്ട് ഓർലോക്കിനെക്കാളും നമ്മൾ പേടിക്കാനുള്ള നിഴലാണ്. അതുപോലെയാണ് അതിന്റെ സിനിമോറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ പോണത്. ഈ നിഴലുകളുടെ ഉപയോഗം ഒരു കോമൺ തീമാണ് ഈ മൂവ്മെന്റില്. കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടി. കോൺട്രാസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടി നിഴലുകൾക്ക് വെളിച്ചത്തോളം പ്രാധാന്യം ഉണ്ടെന്നൊക്കെ അഭിപ്രായപ്പെട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ട് ഈ മൂവ്മെന്റില്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ്. അതുപോലെ തന്നെ നിശബ്ദ സിനിമകളാണ്. അപ്പോ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ കൊണ്ടാണ് കുറെ കഥകൾ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ക്യൂ കാർഡ്സ് വരും, ഇല്ലെങ്കിൽ നമുക്ക് കോൺടെക്സ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോ അങ്ങനൊരു ഒരു സ്റ്റൈൽ ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആളുകളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ജർമ്മൻ ജനതയുടെ ആ കാലത്തിൽ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികാരം ഭയമായിരുന്നു. അതുകൊണ്ട് മിക്കവാറും സിനിമകളിലൊക്കെ ഭയം കാണാം. ഉള്ളിലെ ചെകുത്താന്മാരെ പറ്റി പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസും കാര്യങ്ങളൊക്കെ ഈ സമയത്താണ് തുടങ്ങുന്നത്. പുള്ളി ഏകദേശം ആ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോ അങ്ങനത്തെ ഉള്ളിലെ ചെകുത്താന്മാരെ സ്ക്രീനിൽ കാണിച്ച ഒരു മൂവ്മെന്റ് ആണ് ഫിലിം മൂവ്മെന്റ്. കുറച്ച് വർഷങ്ങൾ അതിനപ്പോ ചെകുത്താന്മാരൊക്കെ പട്ടാളക്കുപ്പായിട്ട് തെരുവിലേക്ക് ഇറങ്ങി. അതിനനുസരിച്ച് അവർ അധികാരം പിടിച്ചെടുക്കുന്നതിനനുസരിച്ച് സിനിമകൾ കൂടുതൽ സെൻസർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതിയെ ജർമ്മൻ എക്സ്പ്രഷനിസം മരിച്ചു. പക്ഷെ ശരിക്കും മരിച്ചോ? ഈ ടിം ബർട്ടന്റെ, ഡെൽ ടോറോയുടെ, വെസ് ആൻഡേഴ്സന്റെ, എം നൈറ്റ് ഷ്യാമലിന്റെ ഒക്കെ സിനിമകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ജർമ്മൻ എക്സ്പ്രഷനിസത്തിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ കഴിയും. സോ സിനിമയെ ഡിഫൈൻ ചെയ്തൊരു മൂവ്മെന്റ് ആണ് ജർമ്മൻ എക്സ്പ്രഷനിസം. മിക്കവാറും എനിക്കല്ലാതെ വേറെ ഒരാൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ഡിസ്കസ് ചെയ്യേണ്ടുന്നൊരു വിഷയമായിട്ട് തോന്നി. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായി പറയാം. ഏതെങ്കിലും ഇമ്പോർട്ടന്റ് എക്സ്പ്രഷനിസ്റ്റ് സിനിമ നമ്മൾ മെൻഷൻ ചെയ്യാതിരുന്നെങ്കിൽ അതും പറയാം. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ബൈ.